ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഈ അടുത്ത കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ താർ റോക്സ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള വാഹനം ടാറ്റയുടെ കർവ് ആണ് എന്ന് തന്നെ പറയാം. ഇവർ ഓൾറെഡി ഇതിൻ്റെ പെട്രോൾ ഡീസൽ പവർഡ് വേർഷൻസ് ഒക്കെ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പ്രൈസ് അറിയാൻ പറ്റിയത് ഇലക്ട്രിക്കിന് മാത്രമായിരുന്നു. ഇലക്ട്രിക്കും ആദ്യം കാണിച്ചാണ്. രണ്ടും കൂടെ ഒരുമിച്ച് ഒരു അൺവീൽ പോലെ ചെയ്തുകൊണ്ട് ഇപ്പോൾ പെട്രോൾ ഡീസൽ വേർഷൻസിന് സ്പെസിഫിക് ആയിട്ട് അവർ ഒരു ഈവൻ്റ് ഒന്നും വെച്ചില്ല, ജസ്റ്റ് അതിൻ്റെ പ്രൈസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വലിയ ലാഗ് ഒന്നും ഇല്ലാണ്ട് ഇതിൻ്റെ പ്രൈസ് അറിയാൻ പറ്റി. എന്തായാലും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പ്രൈസാണ് നമുക്ക് മെയിനായിട്ട് പറയേണ്ടത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നാലും ജസ്റ്റ് കുറച്ച് വ്യത്യാസങ്ങളായിട്ട് പറയുകയാണെങ്കിൽ പെട്രോൾ ഡീസൽ മോഡൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്റീരിയറിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് മെയിനായിട്ട് ഫ്രണ്ടിൽ ഇതിൻ്റെ അകത്ത് ഒരു പ്രോപ്പർ ഗ്രില്ല് അവൈലബിൾ ആണ് എന്നുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. അതുപോലെ ബമ്പറിൻ്റെ ഡിസൈൻ ചെറിയ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് സൈഡിലേക്ക് വരികയാണെങ്കിൽ അലോയ് വീൽസിൻ്റെ ഡിസൈൻ കുറച്ച് വ്യത്യാസമുണ്ട്. കൂപ്പേ ഷേപ്പ് തന്നെയാണ് രണ്ട് വാഹനങ്ങളിലും വരുന്നത്. ഈവൻ ബാക്കിലത്തെ ലൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ചെറിയ വളരെ തിന്നായിട്ടുള്ള LED ലൈറ്റിൻ്റെ സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 18 ഇഞ്ച് അലോയ് വീൽസ് തന്നെയായിരുന്നു നമുക്ക് കർവ് EV-യിലുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഡിസൈനിലാണ് ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത്. മറ്റേ കുറച്ചും കൂടെ എയറോഡൈനമിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു കൊടുത്തിരുന്നത്. EV ആയതുകൊണ്ട് റേഞ്ചൊക്കെ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ അകത്ത് പക്ഷേ സാധാരണ ഒരു കൺവെൻഷണൽ അലോയ്സിൻ്റെ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ജസ്റ്റ് ഇൻറ്റീരിയറിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ കർവിൻ്റെ EV വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കളർ തീമിലാണ് ഡിഫറൻസ് കാണാൻ പറ്റുന്നത്. മറ്റേതിനകത്ത് നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷൻ ആയിരുന്നു ഒരു ഉപയോഗിച്ചിരുന്നത്. ഈ വണ്ടിയിൽ പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് പിന്നെ സിൽവറിൻ്റെ കോമ്പിനേഷനൊക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലിൻ്റെ അകത്ത് മറ്റേതിനകത്ത് വൈറ്റ് ആയിരുന്നു അകത്തെ പോർഷൻ. ഇതിൻ്റെ അകത്ത് പക്ഷേ ഒരു ബ്രൗൺ പോലത്തെ ഫിനിഷാണ് വരുന്നത്. താഴത്ത് നമുക്കൊരു സിൽവർ ആക്സെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡാഷ്ബോർഡിൽ AC വെൻസിൻ്റെ പോർഷനിൽ സിൽവർ ആക്സെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി നമുക്ക് കുറച്ച് പോർഷൻസ് എല്ലാം തന്നെ ബ്രൗൺ ഫിനിഷിലാണ് വരുന്നത്. താഴത്തെ പോർഷൻസ് മൊത്തം നമുക്കൊരു ബ്ലാക്ക് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലൊക്കെ ആണെങ്കിലും കർവ് EV-യിൽ കണ്ട പോലെ 4 സ്പോക്ക് വീൽ തന്നെയാണ്. പിന്നെ ബാക്കി ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ജസ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 12.3 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് ഉണ്ട്. അതുപോലെ 10.25 ഇഞ്ചസിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. പിന്നെ ഇലുമിനേറ്റഡ് ലോഗോ ടാറ്റയുടെ സ്റ്റിയറിംഗ് വീല്. പിന്നെ ജസ്റ്റ് പറയാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വയർലെസ് ചാർജർ ഫ്രണ്ടിലുണ്ട്. അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്. പാനറോമിക് സൺറൂഫ് അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടെയിൽ ഗേറ്റ് ഒക്കെ നമുക്ക് ഇലക്ട്രിക്കലി ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡ്രൈവർ സൈഡ് സീറ്റ്സിന് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അങ്ങനെ പറയണ്ട, നമുക്ക് ഈ സെഗ്മെൻറ്റിൽ മിക്ക വാഹനങ്ങളും കാണാത്തൊരു ഫീച്ചറാണ് ഇലക്ട്രോണിക് പവർ ടെയിൽ ഗേറ്റ് ഒക്കെ. അത് ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നതും ടാറ്റയാണ്. നമുക്ക് സഫാരിയിലൊക്കെയാണ് ഇതിന് മുന്നേ കിട്ടിയിരുന്നത് ഫേസ് ലിഫ്റ്റിൽ. പക്ഷേ ഇപ്പോൾ അതൊക്കെ നാരോ ഡൗൺ ചെയ്ത് കർവിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ ആരും ഒബ്വിയസ്ലി ടാറ്റയുടെ നമ്മൾ കോംപ്രമൈസ് ഒരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ. 6 എയർ ബാഗ്സ്, ESP, അതുപോലെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ബേസ് മോഡൽ മുതൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ടോപ്പ് ആൻഡ് വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് ടയർ റെസിസ്റ്റൻസ് സിസ്റ്റം ലെവൽ 2 ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് സേഫ്റ്റി കാര്യത്തിലൊന്നും പേടിക്കേണ്ട. പിന്നെ ഇതിൻ്റെ ഗ്ലോബൽ എൻക്യാപ്പിൻ്റെ ടെസ്റ്റ് റിസൾട്ട് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അധികം വൈകാതെ തന്നെ വരും 5 സ്റ്റാർ വാങ്ങിച്ചുകൊണ്ട്. അത് ഉറപ്പാണല്ലോ. ടാറ്റയുടെ ഏത് വണ്ടി വന്നാലും ലോഞ്ചിന് കുറച്ച് കാലത്തിനുള്ളിൽ അല്ലെങ്കിൽ ലോഞ്ചിൻ്റെ സമയത്ത് തന്നെ 5 സ്റ്റാർ വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ്. ഇതിന് പറയത്തക്ക ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് റിയർ സീറ്റ് സ്പേസ് ആണ്. നമുക്ക് ഓൾമോസ്റ്റ് നെക്സോണിൻ്റെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു റിയർ സീറ്റ് സ്പേസ് മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ ബാക്കി ഈ സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികളൊക്കെ കുറച്ചും കൂടി സ്പേസ് ഉണ്ട്. പിന്നെ ബാക്കിൽ നടുവിലത്തെ പാസഞ്ചറിന് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ഇല്ല. അതാണ് ചെറിയൊരു പ്രശ്നം വരുന്നത്. എന്തായാലും ഇനി നമുക്ക് മെയിൻ സംഭവത്തിലേക്ക് കടക്കാം. അതാണ് ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ്, വേരിയൻസ്, പ്രൈസിങ്. എഞ്ചിൻ എന്ന് പറയുമ്പോൾ 3 എഞ്ചിൻസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഇവരുടെ ഇതിന് മുന്നേ കൊടുത്തിരുന്ന റെവോട്രോൺ 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ, അതായത് MPF എഞ്ചിൻ, നെക്സോണിലൊക്കെ വരുന്ന അതേ എഞ്ചിനാണ്. ബേസിക് റേഞ്ച് മുതൽ കിട്ടുന്നത് 120 PS പവർ, 170 Nm ടോർക്കാണ് വരുന്നത്. പിന്നെ അതിന് മുകളിലായിട്ട് നമുക്ക് 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്. ക്രയോജെറ്റ് എന്ന് പറഞ്ഞ പുതിയ ഡീസൽ എഞ്ചിനാണ് ടാറ്റ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ BS 6.2 വന്നപ്പോൾ ബാക്കി ഡീസൽ എഞ്ചിൻസിനെല്ലാം ആഡ് ബ്ലൂ ഒഴിക്കേണ്ട ഒരു അവസ്ഥ വന്നായിരുന്നു. പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമ്മൾ ആഡ് ബ്ലൂ ഒഴിക്കേണ്ട തന്നെ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിലുള്ള ഒരു ടെക്നോളജി ടാറ്റ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്തായാലും നന്നായി. പിന്നെ വരുന്നതാണ് നമ്മുടെ ഹൈപ്പർ അയോൺ 1.2 ലിറ്റർ ടർബോ GDA എഞ്ചിൻ. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് എഞ്ചിൻ. 2023 ഓട്ടോ എക്സ്പോയിൽ അവർ കാണിച്ചാണ്. ഇത് സംഭവം MPFA അല്ല, ടർബോ ഗാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ 125 PS പവറും 225 Nm ടോർക്കും വരുന്നുണ്ട്. MPFA എഞ്ചിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടോർക്കിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. 55 Nm കൂടിയിട്ടുണ്ട്. മറ്റേത് 170 അല്ലായിരുന്നു. പിന്നെ ഡീസൽ എഞ്ചിൻ്റെ പവർ നമുക്ക് ഓൾമോസ്റ്റ് 115 or 117 PS, 115 bhp ആണ്. ആൻഡ് 260 Nm ടോർക്ക്. പവർ ഓൾമോസ്റ്റ് പഴയ നമ്മുടെ റെവോ ടോർക്കുമായിട്ട് ഐഡൻറ്റിക്കലാണ്. എന്തായാലും ഇതൊക്കെയാണ് എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നത്. പിന്നെ നമുക്ക് എല്ലാ എഞ്ചിൻ്റെ കൂടെയും 6 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലും ഒരു പേടിയും വേണ്ട. ഡീസലിലൊക്കെ ഒരു പ്രാവശ്യം ഡ്യുവൽ ക്ലച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. AMT ഒന്നും കൊടുത്ത് കൊളാക്കിയിട്ടില്ല. പിന്നെ അടുത്തതിൻ്റെ കളർ ഓപ്ഷൻസ് ആണ്. നമുക്ക് ഇതിൻ്റെ 6 കളർ ഓപ്ഷൻസ് ആണ് കിട്ടുന്നത്. ഡ്യുവൽ ടോൺ റൂഫ് നമുക്ക് ബ്ലാക്ക് ആക്കിയിട്ടൊക്കെ വേണമെങ്കിൽ കിട്ടും. 6 കളർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണാം. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ വേരിയൻസ് ആണ്. ഞാനിപ്പോൾ എല്ലാ വേരിയൻസിൻ്റെയും ഫീച്ചേഴ്സിൻ്റെ ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓരോ വേരിയൻസ് വെച്ച് പറയാനാണെങ്കിൽ ബേസിക് വേരിയൻറ്റ് വരുന്നത് സ്മാർട്ട് ആണ്. അതിന് മുകളിൽ നമുക്ക് പ്യുർ പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് വരുന്നത്. പ്യുർ പ്ലസിൻ്റെ കൂടെ നിങ്ങൾക്ക് സൺറൂഫ് ആണെങ്കിൽ പ്യുർ പ്ലസ് S ഉണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ ക്രിയേറ്റീവ് വേരിയൻ്റ് ആണ്. ക്രിയേറ്റീവിലും സൺറൂഫ് ആണെങ്കിൽ ക്രിയേറ്റീവ് S ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് ക്രിയേറ്റീവ് പ്ലസ് S എന്ന് പറഞ്ഞൊരു വേരിയൻറ്റും വരുന്നുണ്ട്. ഇനി അതല്ല നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് ആണെങ്കിൽ അക്കംപ്ലിഷ്ഡ് S എന്ന് പറഞ്ഞ വേരിയൻറ്റും അതുപോലെ അക്കംപ്ലിഷ്ഡ് പ്ലസ് A എന്ന് പറഞ്ഞ വേരിയൻറ്റും ഉണ്ട്. ഈ അക്കംപ്ലിഷ്ഡ് പ്ലസ് Aയിലാണ് നമുക്ക് ഇവർ അഡ്വർടൈസ്മെൻറ്റിൽ
കാണിക്കുന്ന എല്ലാ കിടിലൻ ഫീച്ചേഴ്സും കിട്ടുന്ന. സോ ഇതാണ് ഇതിൻ്റെ വേരിയൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇനിയിപ്പോൾ നമുക്ക് ഒരേ ഒരു കാര്യം അറിയാനുള്ളൂ, അതാണ് പ്രൈസ്. ഞാനിതിൻ്റെ തമ്മിൽ കാണിച്ച സ്റ്റാർട്ടിംഗ് പ്രൈസ് കറക്റ്റാണ്. നമുക്ക് 1.2 റെവോട്രോൺ പെട്രോൾ എഞ്ചിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് സ്മാർട്ട് വേരിയൻറ്റിൽ വരുന്ന 9.99 lakhs ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും എൻട്രി ലെവൽ. ഇനി അതല്ല ഡീസലിൽ നോക്കുകയാണെങ്കിൽ സ്മാർട്ട് എന്ന് പറയുന്ന വേരിയൻ്റ് ഉണ്ട്, 11.49 lakhs ആണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇനി നിങ്ങൾക്ക് നമ്മുടെ മറ്റേ പുതിയ GDI എഞ്ചിൻ വേണമെന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റീവ് എസ് വേരിയൻറ്റ് മുതൽ മാത്രമേ കിട്ടുള്ളൂ. 13.99 lakhs ആണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ പൊതുവേ സെഗ്മെൻറ്റിൽ ആരും അങ്ങനെ ഡീസൽ എഞ്ചിൻസിൻ്റെ ഓപ്ഷൻസ് കൊടുക്കാറില്ല, പക്ഷേ ടാറ്റ ഇപ്പം കൊടുക്കുന്നുണ്ട്. ആകെപ്പാടെ നമ്മുടെ ഹ്യുണ്ടായി കിയ ആ വണ്ടികളിൽ മാത്രമാണ് ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ മഹീന്ദ്രയുടെ 3XO ഉണ്ട്, പക്ഷേ അതൊരു സെഗ്മെൻറ്റ് താഴെയാണ്. ഇതിപ്പോൾ നമ്മുടെ ഒരു ക്രെറ്റ സെൽറ്റോസ് ആ റേഞ്ചിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണല്ലോ. എന്തായാലും ആ ഒരു കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡീസൽ എഞ്ചിൻ തന്നെയാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്. അതും സ്റ്റാർട്ടിംഗ് പ്രൈസ് വലിയ കുഴപ്പമില്ല, ഓൾമോസ്റ്റ് കോമ്പറ്റീറ്റീവ് ആണ്. ഇനി അതല്ല നമ്മൾ ടോപ്പ് എൻഡ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ 1.2 റെവോട്രോൺ എഞ്ചിൻ നമുക്ക് ഏറ്റവും പ്ലസ്, അതായത് ഏറ്റവും ടോപ്പ് എൻ്റെ അക്കംപ്ലിഷ്ഡ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ കിട്ടുന്നില്ല. അക്കംപ്ലിഷ്ഡ് എസ് വരെ ഉള്ളൂ, 14.69 lakhs അത് അവസാനിക്കും. പക്ഷേ അതല്ല നമ്മൾ ബാക്കി GDI എഞ്ചിനും അതുപോലെ ഡീസലും നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ടോപ്പ് എൻഡ് വേരിയൻറ്റ് അവൈലബിൾ ആണ്. അതായത് അക്കംപ്ലിഷ്ഡ് പ്ലസ് എ എന്ന് പറഞ്ഞ വേരിയൻറ്റ് 17.49 GDI എഞ്ചിൻ്റെ എൻഡ് ചെയ്യുന്നത്, 17.69 ഡീസലിൻ്റെ എൻഡ് ചെയ്യുന്നത്. ആക്ച്വലി GDI എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ജസ്റ്റ് 20,000 ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വരുമ്പോൾ ഒരു 10,000, 20,000, 30,000 വരെ ഡിഫറൻസ് മാക്സിമം ആവുമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കിപ്പം ഡീസൽ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ BS6 ആയതുകൊണ്ടുള്ള ചിലപ്പോൾ കുറച്ച് ഇഷ്യൂസൊക്കെ DPF റിലേറ്റഡ് ആയിട്ട് വരുമായിരിക്കും, അതുമാത്രമേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം ഓട്ടോ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി കൺസിഡർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡീസൽ എഞ്ചിനാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പവറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പുതിയ ടർബോ ഗാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ എഞ്ചിൻ്റെ പെർഫോമൻസും നല്ലതായിരിക്കും, കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതല്ല ഇതിൻ്റെ മാനുവൽ വേരിയൻസിൻ്റെ മാത്രം പ്രൈസിങ് കാണാം കേട്ടോ. ഓട്ടോമാറ്റിക്കിനെ നോക്കണമെങ്കിൽ താഴെ അത് നോക്കിയാൽ മതി. അതായത് 12.49 lakhs നമുക്ക് ഇതിൻ്റെ റെവോട്രോൺ എഞ്ചിൻ വെച്ച് വരുന്നതിൻ്റെ DCA ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് പ്യുവർ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, സെക്കൻഡ് ബേസിൽ ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല GDI എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ 16.49 lakhs ആണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ക്രിയേറ്റീവ് പ്ലസ് എസിലാണ് അവരതിൽ DCA കൊടുത്തിരിക്കുന്നത്. ഡീസൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇതിൻ്റെ പ്യുവർ പ്ലസ് എന്ന് പറഞ്ഞ മോഡലിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 13.99 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓട്ടോമാറ്റിക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ 1.5 lakhs അതിനകത്ത് അഡീഷണൽ കൂട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഓട്ടോമാറ്റിക് വേരിയൻസിൻ്റെയും പ്രൈസ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പെട്രോൾ റെവോട്രോണും അതുപോലെ ഡീസലും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ 1.5 lakhs ഡിഫറൻസും, GDIയും അതുപോലെ സാധാരണ നമ്മുടെ MPFI പെട്രോൾ എഞ്ചിൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ 1.3 lakhs ഡിഫറൻസും ആണ് വരുന്നത്. ഇതെല്ലാം എക്സ്ഷോറൂം പ്രൈസിൻ്റെ ബേസിസിൽ മാത്രമാണ് കേട്ടോ പറയുന്നത്. ഓൺ റോഡ് വരുമ്പോൾ അത്യാവശ്യം ഡിഫറൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ടാറ്റ കർവിൻ്റെ പ്രൈസിങ്ങിൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും ഇനി ഈ വാഹനത്തെ പറ്റിയുള്ള വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കമൻസിൽ പറഞ്ഞാൽ മതി. അതായത് ഇപ്പോൾ വേരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ വേണമെങ്കിലോ ഓർ വാല്യൂ ഫോർ മണി വേരിയൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വേണമെങ്കിൽ കമൻസിൽ പറഞ്ഞാൽ മതി. അതുപോലെ പ്രൈസ് കമ്പാരിസണും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഈ സെഗ്മെൻറ്റിൽ വരുന്ന ബാക്കി വണ്ടികളുമായിട്ട്. അപ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വളരെ നല്ലതാണ്. ടോപ്പ് എൻഡിലോട്ട് പോകുമ്പോഴേക്കും ഇത്തിരി എക്സ്പെൻസീവ് ആണ്, പക്ഷേ എന്നാൽ പോലും അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.